പുറകുവശത്ത് മുഴുവൻ ഷീറ്റ് റൂഫ് ഉണ്ടായിരുന്ന ആ ഫോട്ടോയിൽ കാണുന്ന അതേ വീട് തന്നെ ഈ ഇമേജിൽ കാണുന്ന ഒരു വീട്ടിലേക്ക് മാറുന്ന ജേണിയാണ്. ഫൗണ്ടേഷൻ ലെവലിലുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് ഇതിൻ്റെ അവസാന ഭാഗത്ത് വെക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ഒരു പോർച്ച് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. ആ സിറ്റ് ഔട്ടിനെയും അതിൻ്റെ പുറകിലത്തെ മുറിയെയും ഒരുമിച്ചാക്കിയിട്ട് വലിയൊരു ഡ്രോയിങ് റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ മുറിയെയും അതിൻ്റെ പുറകിൽ ഷീറ്റ് റൂഫ്ഡ് ആയിട്ടുണ്ടായിരുന്ന സ്ഥലത്തിനെയും കൂടി ചേർത്തിട്ട് നല്ലൊരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ആക്കി. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബലപ്പെടുത്താൻ വേണ്ടി കൊടുത്ത പില്ലറാണ്. ഈ ബീമുകളൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള പില്ലർ ഭിത്തിയുടെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫാണ്, തിക്നെസ് കുറഞ്ഞിട്ടുള്ളത്, കംപ്ലയിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്ലാബ് അടിച്ചു. ഇവിടെയൊക്കെ ഷീറ്റ് റൂഫാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ വാളിൻ്റെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീം കാണുന്നത് കേട്ടോ. ഈ വർക്ക് വരെയൊക്കെ പുതിയതാണ്. ഡൈനിങ് റൂമിനകത്ത് നമുക്ക് ഇങ്ങനെ നല്ലൊരു സ്റ്റെയറും വരുന്നു. സ്റ്റെയറിലേക്ക് പൊക്കത്തിൽ നിന്ന് ലൈറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഈ ബെഡ്റൂമിന് വലുതാക്കിയ ഡീറ്റെയിൽസൊക്കെ അവസാന ഭാഗത്ത് സ്ട്രക്ചറോടുകൂടി തന്നെ ഉണ്ട്, പണി നടക്കുന്ന സമയത്തുള്ളത്. ഫൗണ്ടേഷൻ ലെവലിൽ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു, അത് ഇപ്പം തന്നെ പറയാം. ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡൊക്കെ വരാനുള്ള ഒരു സാധ്യത അന്ന് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നുകൊണ്ട് സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ മുഴുവനും ആ താഴത്തെ ലെവലിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും മണ്ണ് ഇവിടെ ഇടിഞ്ഞു പോയപ്പോഴും ബിൽഡിങ്ങിന് യാതൊരു പ്രശ്നമില്ല. അതേപോലെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബീമാണ് ഈ കാണുന്നത്. ഇപ്പം തൊട്ടടുത്തൊരു കിണറുണ്ട്. ആ കിണറുണ്ടാകുന്ന സമയത്ത് നമ്മളിവിടെ കിണറിനോട് ചേർന്ന് തന്നെ ഇത്രയും ലോഡുള്ള ഒരു സ്ട്രക്ചർ സ്റ്റെയർ കേസ് പണിതേക്കാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ലോഡ് മുഴുവനും ഇവിടെ കിണറിൻ്റെ തൊട്ടടുത്തുള്ള മണ്ണിൽ വരുമ്പോൾ കിണറിൻ്റെ ഉള്ളിലേക്ക് മണ്ണിടിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയില്ലേ, അതൊഴിവാക്കിയത് ഈ ബീം വഴിയാണ്. ഈ സ്ട്രക്ചറിൻ്റെ ഒരു ലോഡും ഇവിടെ മണ്ണിൽ വരുന്നില്ല. ഈ ബീം കൂടെ ആ ലോഡ് മുഴുവനും ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങേ അറ്റത്ത് കൊണ്ടുവന്നേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചറൊക്കെ ചെയ്തെങ്കിൽ ഇവിടെ ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു ഫീൽ ഉണ്ടെങ്കിലും ആ ബെഡ്റൂമിൻ്റെ വെയിറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങണ ഭാഗത്ത് ഇപ്പോൾ കിണറിനൊക്കെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഈസി ആയിട്ട് വന്നിട്ട് ഈ സ്ഥലം നമുക്കൊരു വരാന്ത പോലെ യൂസ് ചെയ്യാനുള്ള സംവിധാനമേ ഉള്ളൂ. ബെഡ്റൂമിനകത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രോജക്റ്റ് കോസ്റ്റ് നമ്മുടെ കസ്റ്റമർക്ക് അഫോർഡബിൾ ആവണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 2 ബെഡ്റൂം, ഒരെണ്ണത്തും രണ്ടിനും കൂടി ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തു. ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടം പോലെ കോമൺ ഏരിയ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വലിയ കോമൺ ഏരിയ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മുൻപ് മുറ്റം തീരെ കുറവായിരുന്നു. നേരെ ഒരു വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇവിടുത്തെ മണ്ണ് മുഴുവനും കൊണ്ടുപോയിട്ട് ബാക്കിലിടുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മുറ്റം കിട്ടും. ആ റിട്ടേണിങ് വാളിൻ്റെ ലൈൻ സ്ട്രെയിറ്റ് അങ്ങ് എടുക്കും. ഈ പൊങ്ങിക്കുന്ന മണ്ണ് മുഴുവനും എടുത്തിട്ട് ബാക്കിൽ ആ താന്ന് കിടക്കുന്ന സ്ഥലമല്ലേ അവിടെ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ മുറ്റാവും, ഫ്രണ്ടിൽ നമ്മൾ മുറ്റാവും. ഫ്രണ്ടിലത്തെ മണ്ണ് മാറി ഇവിടെ വരുമ്പോൾ ഫ്രണ്ടിലും മുറ്റാവും, ഇവിടെ മുറ്റാവും. അപ്പോൾ ഒരുപാട് മുറ്റമുള്ള ഭംഗിയുള്ള വീടായിട്ട് ഈ പഴയ വീടിനെ നമ്മളങ്ങ് മാറ്റി. ഈ പില്ലർ കണ്ട, ഈ പില്ലറൊക്കെ സ്ട്രക്ചർ റൂഫ് സ്ലാബിൻ്റെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ മുതൽ തുടങ്ങിയേക്കുന്നതാണ്. കാരണം റിനോവേഷൻ ആകുമ്പോൾ ഇങ്ങനത്തെ ചില സ്ട്രക്ചറൽ സൂത്രപ്പണികളൊക്കെ നമുക്ക് ആവശ്യം വരും. ചെറിയ മുറികളുള്ള വീടാണ് കേട്ടോ. വലിയ മുറികളുള്ള ഒരു ഡബിൾ സ്റ്റോറി വീടാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ആ വാൾ കട്ട് ചെയ്തിട്ട് ഈ സ്പേസും കൂടി ചേർത്തിട്ട് ഒരു വലിയ ഡ്രോയിങ് റൂം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മെയിൻ ഡോർ ഇങ്ങനെ കയറി ഡ്രോയിങ് റൂമിൽ കൂടെ കയറിയിട്ട് ഇതിലെ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് വരും. ഇവിടെ മുതൽ അങ്ങോട്ടുള്ള സ്പേസ് മുഴുവൻ നമ്മൾ സ്ലാബൊക്കെ നിലനിർത്തുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുത്തെ സ്ലാബ് പൊട്ടിച്ചു. സ്ലോപ്പിംഗ് റൂഫായിരുന്നു. ഈ സ്പേസിലൊക്കെ ഷീറ്റ് റൂഫാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിവിടെ പുതിയതായിട്ട് സ്ട്രക്ചർ എടുത്തിട്ട് ഇവിടെ കോൺക്രീറ്റ് റൂഫ് ഉണ്ടാക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു റൂമും വരുന്നത്. ഈ സ്പേസിൽ നമ്മളൊരു സ്റ്റെയർ ഉണ്ടാക്കുന്നു. അപ്പോൾ മുകളിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ഈ സ്പേസിൽ മുഴുവനും നിറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പഴയ സ്ലാബിനെ നിലനിർത്തിക്കൊണ്ട് ഈ മുറി അങ്ങോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ പുതിയതായിട്ട് ഒരു സ്ലാബ് എടുക്കുകയാണ്. നമുക്ക് ഇവിടെ നല്ല വലിയ ഒരു ബെഡ്റൂം ഉണ്ട്. ഈ പഴയ സ്റ്റോർ റൂമിനെ ഒരു ബെഡ്റൂമിന് അറ്റാച്ച് ടോയ്ലറ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അത് നമ്മൾ കേടുകൂടാതെ നിലനിർത്തുകയാണ്. ഈ പോർച്ചൊക്കെ നമ്മൾ പൊളിച്ചു കളഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മുറ്റം ഉണ്ടാവും. ഈ മണ്ണൊക്കെ പോകും കേട്ടോ. പഴയ വീട്ടിൽ ഇങ്ങനത്തെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ലോപ്പിംഗ് റൂഫിൽ ഒരു പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അവിടെ ഫ്ലാറ്റ് ആക്കി, അത് ഷീറ്റ് റൂഫ് ഉണ്ടായിരുന്ന സ്പേസ് അതും പുതിയതായിട്ട് നമ്മൾ ഫ്ലാറ്റ് ആക്കി. ഇങ്ങനെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് കേരളത്തിൽ എവിടെയും കർണാടകത്തിന്റെ തെക്കൻ ജില്ലകളിലും ചെയ്യാനായിട്ട് ഇപ്പം റിപ്പയർ കൊച്ചി ഉണ്ട്. നന്ദി.